തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. തിരുസന്നിധിയിൽ ഇന്നു വന്നിടുവാൻ കൃപ നൽകിയതാ അങ്ങേക്കാരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ നമ്മളൊന്ന് ചേർന്ന് കർത്താവിനെ ആരാധിക്കുകയാണ്. കർത്താവ് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് അവിടുത്തെ നമുക്ക് ആരാധിക്കാം, അവിടുത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. അവിടുന്ന് നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന എല്ലാ കൃപകളെയും ഓർത്ത് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. സമാധാന പ്രഭുവേ ആരാധന, ആശ്വാസപ്രദനേ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. എൻ്റെ വിടുതലവൻ, എൻ്റെ സൗഖ്യമവൻ, എൻ്റെ മോചനദ്രവ്യം അവൻ ആരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. ചേർന്ന് ആരാധിക്കാം. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. ഈ നിമിഷങ്ങളിൽ വലിയ ദാഹത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, കർത്താവിനെ ആരാധിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ കർത്താവിനെ ആരാധിക്കുന്ന ഓരോ ദൈവ പൈതലിലേക്കും സ്വർഗത്തിൻ്റെ അഭിഷേകമായ
പരിശുദ്ധാത്മാവ് കടന്നു വന്ന് വലിയ ഒരു വിടുതൽ, ഒരു സൗഖ്യം, ഒരു അഭിഷേകം, കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ശക്തി, ആത്മീയമായ ഉണർവ് കർത്താവ് നൽകി, പരിശുദ്ധാത്മാവ് നൽകി നിങ്ങളെ ശക്തിപ്പെടുത്തും. ദാഹത്തോടെ ആരാധിക്കട്ടെ. എല്ലാ മക്കളും കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. വിടുതലുകൾ സംഭവിക്കട്ടെ, വലിയ തുറവ് ലഭിക്കട്ടെ, വലിയ അഭിഷേകം ലഭിക്കട്ടെ. ഈശോയേന്ന് ഉള്ള നിറഞ്ഞു വിളിക്കാനുള്ള ഒരു ശക്തി പരിശുദ്ധാത്മാവ് ഈ സമയം ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളിലേക്കും നൽകി അനുഗ്രഹിക്കുകയാണ്. ദാഹത്തോടെ ആരാധിക്കാം. മലകമർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. മലകമർ പാടിടും ആരാധന, വിശുദ്ധന്മാർ വാഴ്ത്തിടും ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവൻ ആരാധന. എൻ്റെ മാർഗമവൻ, എൻ്റെ സത്യമവൻ, എൻ്റെ എല്ലാമവൻ, അവൻ ആരാധന. ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഹോശാന ഹല്ലേലൂയ, ഹോശാന ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ. ആരാധിക്കാം നമുക്ക്. വലിയ വിശ്വാസത്തോടെ വിളിക്കാം. ഈശോ, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു വിടുതൽ തരാൻ, നിന്റെ ജീവിതത്തിൽ നിനക്ക് ശക്തി പകരാൻ, നിന്റെ ജീവിതത്തിൽ നിനക്കൊരു അഭിഷേകം തരാൻ ഈ ദിവ്യകാരുണ്യനാഥന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് വിശ്വസിച്ച് ഹൃദയം തുറന്ന് നിന്റെ ഹൃദയം പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടു നൽകി, നിന്റെ ജീവിതം പൂർണ്ണമായി ഈശോയ്ക്ക് വിട്ടു നൽകി ഈ സമയം നമുക്കൊന്നു ചേർന്ന് ആരാധിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ, ആരാധന ഹല്ലേലൂയ. ആരാധന ഹല്ലേലൂയ. ഈശോയിലേക്ക് മാത്രം നമുക്ക് ശ്രദ്ധിക്കാൻ. പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ ചിന്തകളും നോട്ടവും വികാരവിചാരങ്ങളും എല്ലാം ഈശോയിലേക്ക് മാത്രം നമുക്ക് കേന്ദ്രീകരിക്കാം. ഈ രാത്രിയുടെ ഈ യാമത്തിൽ പ്രിയ ദൈവ പൈതലെ, നീ ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിലായിരുന്നാലും നീ ആയിരിക്കുന്ന ഇടത്ത് നിന്നോടൊപ്പം നിന്റെ കർത്താവിതാ കൂടെ ആയിരിക്കുന്നു. ഈ ഒരു ബോധ്യം നിന്റെ ഹൃദയത്തിലേക്ക് നീ നിറയ്ക്കുക. ഈശോയോടൊപ്പമാണ് നീ ആയിരിക്കുന്നത് എന്ന ബോധ്യം, ഈശോയോട് ചേർന്നാണ് നീ ആയിരിക്കുന്നതെന്നുള്ള ബോധ്യം, നിന്റെ ജീവിതത്തെ പൂർണ്ണമായി അറിയാവുന്നവനോടൊപ്പമാണ് നീ ആയിരിക്കുന്നതെന്നുള്ള ബോധ്യം നിന്റെ ജീവിതത്തിൽ നിറയട്ടെ. മനുഷ്യന് നിന്റെ ബാഹ്യ രൂപത്തെ മാത്രം കാണാൻ സാധിക്കും, എന്നാൽ നിന്റെ ഉള്ളിൻ്റെ ഉള്ളിന് നിന്റെ സങ്കടങ്ങളോടും നിന്റെ വേദനകളോടും നിന്റെ ദുഃഖദുരിതങ്ങളോടും ആരോടും പങ്കുവയ്ക്കാനാവാത്ത നിന്റെ കഥനഭാരങ്ങളോടും ചേർത്ത് മനസ്സിലാക്കുന്നവൻ്റെ മുമ്പിൽ നീ ആയിരിക്കുന്ന ഈ സമയം പൂർണ്ണമായി നീ വിട്ടുകൊടുത്ത് പ്രാർത്ഥിക്കുക. ഇത് അഭിഷേകത്തിൻ്റെ സമയമാണ്, ഇത് കൃപയുടെ സമയമാണ്, ഇത് ശക്തി ഒഴുകുന്ന സമയമാണ്. ബർത്തമിയോസ് വഴിയരികിലിരിക്കുമ്പോൾ വലിയ ജനാരവം കേട്ട് ബർത്തമിയോസ് തിരക്കി, എന്താണ് സംഭവിക്കുക?
ആരോ അവൻ്റെ കാതുകളിൽ ഇപ്രകാരം പറഞ്ഞു, നസ്രായനായ യേശു വരുന്നുണ്ട്. ബർത്തമേസ് യേശുവിനെ പറ്റി ഒത്തിരി കേട്ടിട്ടുണ്ട്. പച്ചവെള്ളം വീഞ്ഞാക്കിയത് അവൻ കേട്ടിട്ടുണ്ട്. അന്ധനെ സുഖപ്പെടുത്തിയത് അവൻ കേട്ടിട്ടുണ്ട്. 5 അപ്പം 5000 ഭാഗിച്ചു കൊടുത്തത് അവൻ കേട്ടിട്ടുണ്ട്. തളർവാദ രോഗിയെ എഴുന്നേൽപ്പിച്ചത് അവൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവൻ ആ വഴിയരികിലിരുന്ന് ഇപ്രകാരം ഉറക്കെ വിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ. ചുറ്റും കൂടി നിന്നവരെല്ലാം അവനെ പരിഹസിച്ച്, നീ എന്തു മണ്ടത്തരമായി കാണിക്കുന്നത്? ഈ വലിയ ജനാരവം ഉയരുമ്പോ നിന്റെ ഈ സ്വരം ആര് കേൾക്കാനാണ്? അതുകൊണ്ട് നീ നിശബ്ദനായിട്ടിരിക്കുക. എന്നാൽ ബർത്തമിയോസ് കൂടുതൽ ഉച്ചത്തിൽ അവനെ വിളിച്ചു, ദാവീദിന്റെ പുത്ര യേശുവേ, എന്നിൽ കനിയണമേ. പ്രിയ ദൈവവേദലേ, തിരുവചനം നമുക്ക് ഉറപ്പു തരുന്നത് ഇപ്രകാരമാണ്. ആ വലിയ ജനാരവത്തിന്റെ മധ്യേയും കർത്താവിൻ്റെ കാതുകളിൽ പതിച്ചത് വിശ്വാസത്തോടെ തന്നെ വിളിക്കുന്ന ഇവന്റെ ശബ്ദമാണ്, ബർത്തമിയോസിന്റെ ശബ്ദമാണ്. ഈ രാത്രി പ്രിയ ദൈവ പൈതലേ, നീ ആയിരിക്കുന്ന ഇടത്തു നിന്ന് വിശ്വാസത്തോടെ നിന്റെ ജീവിതത്തിന്റെ ഏതവസ്ഥയിലായിരുന്നാലും നീ ഹൃദയം തുറന്ന് തമ്പുരാനെ വിളിക്കാൻ തയ്യാറാകുന്ന ഈ നിമിഷം നിന്റെ സ്വരം കർത്താവിൻ്റെ കാതുകളിൽ എത്തുമെന്ന് വിശ്വസിച്ച് നമുക്കൊരിക്കൽ കൂടി ഹൃദയം തുറന്ന് കരങ്ങൾ ഉയർത്തി വലിയ വിശ്വാസത്തോടെ ആ ബർത്തമിയൂസിന്റെ വലിയ വിശ്വാസം പോലെ നമ്മുടെ വിശ്വാസത്തെയും ഉയർത്തി നമ്മൾ ഒരിക്കൽ കൂടി കർത്താവിനെ വിളിക്കുകയാണ്. യേശുവേ, കരുണയായിരിക്കണമേ. യേശുവേ, ദാവീദിന്റെ പുത്ര, കരുണയായിരിക്കണമേ. പാപിയായ എന്നോട് കരുണയായിരിക്കണമേ. വീണുപോയ എന്നോട് കരുണയായിരിക്കണമേ. രോഗിയായിരിക്കുന്ന എന്നോട് കരുണയായിരിക്കണമേ. വിശ്വാസത്തിൽ തളർന്നു പോകുന്ന എന്നോട് കരുണയായിരിക്കണമേ. അപ്പാ, കരുണയായിരിക്കണമേ. അലിവു തോന്നണേ, പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. കരുണ തോന്നണേ എന്നിൽ, അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. എസെക്കിയേലിന്റെ പുസ്തകം 2-ാം അധ്യായം 2-ാം തിരുവചനം. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവെന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. പ്രിയ ദൈവ പൈതലേ, കർത്താവ് വലിയൊരു ആത്മീയ സത്യം ഇന്ന് നമ്മളോട് പങ്കുവയ്ക്കുകയാണ്. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ ഓരോരുത്തരുടെയും കാതുകളിൽ ഇന്നിപ്രകാരം പറയുകയാണ്. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. പ്രിയ മകനെ, മകളെ, നിന്റെ ജീവിതത്തിൽ ശക്തി ചോർന്നു പോകുന്നൊരനുഭവം നിനക്കുണ്ടാകുന്നുണ്ടോ? നിന്റെ ധൈര്യം നിനക്ക് നഷ്ടപ്പെട്ടു പോകുന്നതായി നിനക്ക് തോന്നുന്നുണ്ടോ? വചനം പറയുകയാണ്, നിന്നെ ഉറപ്പിച്ചു നിർത്താൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. നിന്റെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്താൻ പരിശുദ്ധാത്മാവിന് സാധിക്കും. വചനം പറയുകയാണ്, ആത്മാവ് എന്നിൽ പ്രവേശിച്ച് എന്നെ എൻ്റെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തി. ആമേൻ. പ്രിയ ദൈവ പൈതലേ, വിശ്വാസത്തിൽ നിനക്കൊരുറപ്പ് വേണോ? ഈ സമയം നീ ദാഹത്തോടെ പ്രാർത്ഥിക്ക്. പരിശുദ്ധാത്മാവേ, എന്നിലേക്ക് എഴുന്നള്ളി വന്ന് എന്നെ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്തണമേ. പലപ്പോഴും
നമ്മൾ ഇന്ന് നടന്നു പോകുന്ന സാഹചര്യങ്ങളിൽ വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കാനുള്ള ഒത്തിരി ഉപദേശങ്ങൾ ഉയരുന്ന ഒരു കാലമാണ്. എന്തിനു പ്രാർത്ഥിക്കണം, എന്തിന് ദേവാലയത്തിൽ പോകണം, എന്തിന് ആരാധന നടത്തണം, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ഈ ലോകം നിന്റെ ചുറ്റുപാടും നിന്ന് നിന്നെ ഇങ്ങനെ ആവർത്തിച്ച് തമ്പുരാനിൽ നിന്ന് മാറ്റാനായി പരിശ്രമിക്കുമ്പോൾ, പ്രിയ ദൈവ പൈതലേ, നീ രാത്രി പരിശുദ്ധാത്മാവ് നിന്നോട് സംസാരിക്കുകയാണ്. വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ എനിക്ക് സാധിക്കും. അതുകൊണ്ട് ഈ സമയം ഈശോയിലേക്ക് നിന്റെ ഹൃദയം ഉയർത്തി നീ ആത്മാവിന് വേണ്ടി ദാഹിക്ക്. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വന്ന് എന്നെ വിശ്വാസത്തിൽ ഉറപ്പിക്കണമേ. വിശ്വാസത്തിൽ ഉറപ്പിക്കപ്പെടണമെങ്കിൽ പ്രിയ ദൈവമക്കളെ, ദൈവസ്നേഹത്തിൽ ഞാൻ ഉറപ്പിക്കപ്പെടണം. ദൈവസ്നേഹത്തിൽ ഞാൻ ഉറപ്പിക്കപ്പെടണം. പൗലോസ് പ്രകാരം പറയില്ലേ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ, ആർക്കെന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കും? പട്ടിണിക്കോ, നഗ്നതയ്ക്കോ, ആപത്തിനോ, വാളിനോ, ഈ ലോകത്തിലുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ഒന്നിനും എന്നെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ച സ്നേഹ ഇപ്രകാരം നമ്മളെ വെല്ലുവിളിക്കുകയാണ്. ആർക്കെന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ സാധിക്കും? പ്രിയ ദൈവ പൈതലേ, ഈ രാത്രി നീ ദാഹത്തോടെ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എന്നെ ദൈവസ്നേഹത്തിൽ ഉറപ്പിച്ചു നിർത്തണം. ഈ ലോകത്തിലുള്ളവയൊന്നും എന്നെ നിന്റെ സ്നേഹത്തിൽ നിന്ന് പിടിച്ചു മാറ്റാൻ ഇടയാകരുത്. നിന്റെ സ്നേഹം മാത്രം മതി കർത്താവേ എനിക്ക്. ഈ ലോകത്തിൽ ഒത്തിരി സ്നേഹങ്ങൾ എന്നെ മാടി വിളിക്കുമ്പോ എൻ്റെ തമ്പുരാനെ, ഒന്നു മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു, ഒന്നു മാത്രം ഞാൻ പ്രാർത്ഥിക്കുന്നു. നിന്റെ സ്നേഹത്തിൽ നിന്ന്, നിന്നോടുള്ള സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപെടുത്താൻ ഈ ലോകത്തിലുള്ള ഒന്നിനെയും ഇടയാക്കരുതേ എന്ന് നമുക്ക് ഈ സമയം പ്രാർത്ഥിക്കാം. പൗലോസിന്റെ ഒരു അഭിഷേകം സ്വീകരിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എന്നെ ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കും. ഈ നിമിഷങ്ങളിൽ നമ്മൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവേ, എന്നിൽ എഴുന്നള്ളി വന്ന് ദൈവസ്നേഹത്തിൽ എന്നെ ഉറപ്പിക്കണമേ. ദൈവസ്നേഹത്തിൽ എന്നെ ഉറപ്പിക്കണമേ. ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം, ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം സഹോദര സ്നേഹത്തിൽ ബലം പ്രാപിക്കും. ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ടൊരു ജീവിതം സഹോദര സ്നേഹത്തിൽ ബലം പ്രാപിക്കും. ഇന്ന് എൻ്റെ കുടുംബത്തിൽ സ്നേഹം അസ്തമിച്ചു പോകുന്നുണ്ടോ? എൻ്റെ മാതാപിതാക്കളെ സ്നേഹിക്കാൻ എനിക്ക് ആവുന്നുണ്ടോ? എൻ്റെ ജീവിത പങ്കാളിയെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കുഞ്ഞുങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഈ സ്നേഹത്തിൽ കുറവ് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ, പ്രിയ മകനെ, മകളെ, കർത്താവ് ഈ രാത്രി നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു, നിന്റെ ഉള്ളിൽ നിന്ന് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് നമുക്കും പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ, എന്നിൽ കടന്നു വന്ന് എന്നെ ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കണമേ. തന്നാലും ആത്മാവിനെ ആശ്വാസദായകനേ, പരിശുദ്ധാത്മാവേ, തന്നാലും നാഥാ നിൻ ജീവനേ, നിത്യ സഹായകനേ, തന്നാലും നാഥാ ആത്മാവിനെ പരിശുദ്ധാത്മാവേ, ആശ്വാസദായകനേ, തന്നാലും നാഥാ നിൻ ജീവനേ, നിത്യ സഹായകനേ.
ഈ നിമിഷങ്ങളിൽ പ്രിയ മകനെ മകളെ ആത്മാവിൻ്റെ ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതം ദൈവ സ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ടൊരു ജീവിതം. ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കും എന്നെ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ ഇടയാകരുത്. ഇന്ന് ചുറ്റുപാടും ഒത്തിരി സ്നേഹങ്ങൾ നിന്നെ മാടി വിളിക്കുന്നുണ്ടാകാം. ഒത്തിരി ഇടങ്ങളിൽ നിനക്ക് ആശ്വാസം ലഭിക്കുമെന്ന് നീ കരുതുന്നുണ്ടാകാം. ഒത്തിരി പേര് നിന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു എന്ന് നിനക്ക് തോന്നുന്നുണ്ടാകാം. പ്രിയ മകനെ, ഈ സമയം നീ ഈശോയിലേക്കൊന്ന് നോക്കിക്കേ. ദിവ്യകാരുണ്യത്തിലായിരുന്ന് ഈശോ നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് ഇതാണ്: എന്നെ പോലെ നിന്നെ സ്നേഹിക്കാൻ വേറെ ആർക്കുമാവില്ല. എല്ലാവരും ഇങ്ങോട്ട് കിട്ടുന്നത് നോക്കിയാണ് സ്നേഹിക്കുന്നത്. എന്ത് കിട്ടുമെന്ന് നോക്കി സ്നേഹിക്കുന്നു. എന്നാൽ ദിവ്യകാരുണ്യം, ഈശോ നമ്മളെ സ്നേഹിച്ചത് നിനക്കെന്ത് തരാം എന്നതാണ്. ഇങ്ങോട്ടൊന്നും പ്രതീക്ഷിക്കാതെ അവസാന തുള്ളി ചോരയും നിനക്കായി ഒഴുക്കിയ ഒരു തമ്പുരാൻ. ഇതാണ് യഥാർത്ഥ സ്നേഹം. ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കപ്പെട്ട ഒരു ജീവിതം ഇങ്ങോട്ട് കിട്ടും എന്നതല്ല, മറിച്ച് എന്ത് കൊടുക്കാം എന്നതാണ്. എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹമുണ്ടോ എന്ന് തിരിച്ചറിയാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി, ഞാൻ എവിടെയൊക്കെ ആയിരിക്കുന്നോ അവിടെയൊക്കെ എനിക്ക് എന്ത് കിട്ടുമെന്നാണ് നീ ചിന്തിക്കുന്നതെങ്കിൽ, പ്രിയ പൈതലേ, നീ തിരിച്ചറിയുക, നിന്റെ ഉള്ളിൽ ദൈവസ്നേഹം അസ്തമിക്കുകയാണ്. എന്നാൽ നിനക്ക് നീ എവിടെയായിരുന്നാലും അവിടെ എന്ത് കൊടുക്കാനായിട്ട് പറ്റും? എന്നെ തന്നെ പൂർണ്ണമായി വിട്ടുകൊടുക്കാൻ പറ്റുന്ന ഒരു സ്നേഹമുള്ളിൽ നിറയുന്നോ, ഇവിടെയാണ് ആത്മാവിൻ്റെ അഭിഷേകം, ആത്മാവിൻ്റെ ശക്തി. ഈശോ തൻ്റെ ജീവിതം മുഴുവൻ കാണിച്ചു തന്നത് കൊടുക്കുന്ന സ്നേഹത്തെ. ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകതയത് കൊടുത്ത് കൊടുത്ത് ജീവിതം മുമ്പോട്ട് പോകും. കൊടുക്കാൻ ആത്മാവിൻ്റെ അഭിഷേകം വേണം. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ പങ്കുവെക്കാൻ പറ്റുകയുള്ളൂ. ദൈവസ്നേഹത്തിൽ നിറയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ പങ്കുവെക്കാൻ പറ്റുകയുള്ളൂ, വിട്ടുകൊടുക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവേ, ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കാം. ഇങ്ങോട്ട് കിട്ടുന്നത് മാത്രം നോക്കി ജീവിച്ചവനാണ് ഞാൻ ഇത്രയും നാളും. എല്ലാവരും എനിക്ക് തരണം, സ്നേഹം എനിക്ക് വേണം, ഉള്ളതൊക്കെ എനിക്ക് വേണമെന്ന് ആഗ്രഹിച്ചവനാണ് ഞാൻ. കർത്താവേ, ഇങ്ങോട്ട് കിട്ടുന്നതിന് വേണ്ടി ദാഹിച്ച് നടന്ന ഞാൻ പലപ്പോഴും, കർത്താവേ, എനിക്കെന്ത് കൊടുക്കാൻ പറ്റുമെന്ന് ഞാൻ ചിന്തിച്ചിരുന്നില്ല. കർത്താവേ, ഈ സമയം ഞാൻ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. എനിക്ക് നിന്നോടുള്ള സ്നേഹത്തെ പ്രതി എനിക്ക് ജീവിതം വിട്ടുകൊടുക്കണം, നിനക്ക് പൂർണ്ണമായി വിട്ടുതരണം. എൻ്റെ ചുറ്റുപാട് നിൽക്കുന്ന ഓരോരുത്തരിലേക്ക് അവർക്ക് അഭിഷേകത്തിന് വേണ്ടി എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കാൻ പരിശുദ്ധാത്മാവേ ബലം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അകതാരിലുണർവിൻ്റെ പനിനീരുതൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിധി ഫലമേകുവാനാ അനുസ്യൂതം ഒഴുകി വരൂ. അകതാരിലുണർവിൻ്റെ പനിനീരുതൂകി അവിരാമമൊഴുകി വരൂ വരദാനവാരിധി
ഫലമേകുവാനാ അനുസ്യൂതമൊഴുകി വരൂ. തന്നാലും നാഥാ ആത്മാവിനെ ആശ്വാസദായകനേ. ഈ നിമിഷങ്ങളിൽ തന്നാലും നാഥാ നിൻ ജീവനെ നിത്യസഹായകനേ. ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ ആശീർവാദത്തിന് വേണ്ടി നമ്മൾ ഒരുങ്ങുകയാണ്. നീ എവിടെയായിരുന്നാലും പ്രിയ ദൈവവൈതലേ, അവിടുത്തെ വലിയ കരുണയിൽ നിറയുന്നതിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമ്മൾ ഈ നിമിഷങ്ങളിൽ ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്, ഇപ്രകാരം ആഗ്രഹിക്കുകയാണ്. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ അയച്ച് എന്നെ ദൈവസ്നേഹത്തിൽ ഉറപ്പിക്കണം. കരങ്ങൾ ഈശോയുടെ പക്കലേക്ക് ഉയർത്തി വലിയ ദാഹത്തോടെ ഇപ്രകാരം എല്ലാ മക്കളും നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെ, അവിടുത്തെ ആത്മാവിനെ അയച്ച് എന്നെ എൻ്റെ ദൈവ സ്നേഹത്തിൽ ഉറപ്പിക്കണമേ എന്ന് ദാഹത്തോടെ ആരാധിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പ്രിയ ദൈവമക്കളെ, ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവ സ്നേഹത്തിൽ നിന്ന് നിങ്ങളെ അകറ്റുന്ന എല്ലാ അന്ധകാര ശക്തികളും വിട്ടുമാറിപ്പോകാൻ ആഗ്രഹിച്ച് ആരാധിക്കുക. ദൈവ സ്നേഹത്തിലേക്ക് നീ അടുക്കുന്നതിന് നിരന്തരമായി തടസ്സമൊരുക്കുന്ന എല്ലാ അന്ധകാര ശക്തികളും നാരകീയ ശക്തികളും യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകാൻ ഈ സമയം കർത്താവിന്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഈ സമയം നീ എവിടെ ആയിരുന്നുകൊണ്ട് വലിയ ദാഹത്തോടെ ദൈവ സ്നേഹത്തിൽ നിന്നെ അകറ്റുന്ന എല്ലാ അന്ധകാര ശക്തികളും മാറിപ്പോകാൻ ദാഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആ സമയം ആ ജീവിതങ്ങളിലേക്ക് സ്വർഗത്തിന്റെ അഭിഷേക ശക്തി, ദൈവ സ്നേഹത്തിന്റെ വലിയ കരുണ ഈ സമയം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ ആരാധന, 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 ആരാധന. യേശുനാമത്തിന്റെ ശക്തിയാൽ, പരിശുദ്ധാത്മാവിന്റെ വലിയ ശക്തിയാൽ നിന്റെ ജീവിതത്തിൽ ദൈവ സ്നേഹത്തിലും തടയപ്പെടുന്ന എല്ലാ അന്ധകാര ശക്തികളും വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ഈ നിമിഷങ്ങളിൽ ഒരാത്മശോധനയ്ക്ക് നമ്മൾ ഒരുങ്ങുകയാണ്. പരിശുദ്ധാത്മാവേ, എൻ്റെ ജീവിതത്തിൽ ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകുന്ന മേഖലകൾ ഏതൊക്കെയാണ്? പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് നമുക്ക് ഈ സമയം ചില ബോധ്യങ്ങൾ തരും. ദൈവസ്നേഹം ചോർന്നു പോകുന്ന മേഖലകളെ കുറിച്ച് പലപ്പോഴും നമുക്ക് ദൈവസ്നേഹം നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മളെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴാണ്. എൻ്റെ സ്വാർത്ഥത, പലപ്പോഴും ഞാൻ എന്നെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ചില സാഹചര്യം, 24 മണിക്കൂറും പലപ്പോഴും നമ്മൾ നമ്മളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. എൻ്റെ സുഖം, എൻ്റെ സന്തോഷം, എനിക്ക് കിട്ടാനുള്ളത്,
ഇതിലേക്ക് മാത്രം നമ്മൾ ചുരുങ്ങിപ്പോകുന്ന സാഹചര്യം. പ്രിയ ദൈവ പൈതലേ, ഈ ഒരവസ്ഥയിൽ നിന്ന് മാറിയെങ്കിൽ മാത്രമേ ദൈവസ്നേഹം നമ്മളിലേക്ക് ഒഴുകുകയുള്ളൂ. ഇപ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തുന്നത്. ഈ സമയം നമ്മൾ പ്രാർത്ഥിക്കുക, കർത്താവേ, നിന്റെ സ്നേഹം എന്നിലേക്ക് നിറയാൻ എന്നെ തന്നെ ഞാനിതാ വിട്ടു തരുന്നു. ഞാൻ എന്നെ തന്നെ സ്നേഹിച്ചുകൊണ്ട് ജീവിക്കുകയാണ്. എൻ്റെ ആഗ്രഹവും എല്ലാവരും എന്നെ മാത്രം സ്നേഹിക്കുന്നു. ഈ തെറ്റായ ബോധ്യത്തിൽ നിന്ന് പരിശുദ്ധാത്മാവേ ഒരു വിടുതൽ തരണം. ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ എനിക്ക് ശക്തി തരണം. മാവിൻ്റെ അഭിഷേകം നിറയാൻ ശക്തി തരണം. ദൈവസ്നേഹത്തിൽ എൻ്റെ കാലുകൾ ഉറപ്പിക്കപ്പെടണം. ഒരുപക്ഷെ നീ ദൈവസ്നേഹത്തിന് നിന്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുമ്പോൾ സ്ലിഹ ഓർമ്മിപ്പിക്കുന്നത് പോലെ നിനക്ക് ചിലപ്പോൾ പട്ടിണിയിലൂടെ പോകേണ്ടി വരും, നഗ്നതയിലൂടെ പോകേണ്ടി വരും. എല്ലാവരും നിന്നെ പരിത്യജിക്കും, എല്ലാവരും നിന്നെ പരിഹസിക്കും. നീ സ്നേഹിച്ചിരുന്നു എന്ന് നീ കരുതിയവർ പോലും നിന്നെ ഒറ്റപ്പെടുത്തും. എന്നാലും ദൈവസ്നേഹം നീ വിളിക്കുന്ന നിന്റെ കർത്താവ്, നീ ആർക്കു വേണ്ടി നിന്റെ ജീവിതത്തെ കൊടുത്തു, ആ നിന്റെ ദൈവം ആർക്കും വിട്ടുകൊടുക്കാതെ ഉള്ളം കയ്യിൽ നിന്നെ ചേർത്ത് പിടിക്കും. യോഹന്നാൻ അന്ത്യത്താഴത്തിൽ കർത്താവിൻ്റെ മാറോട് ചാരിക്കിടന്നതുപോലെ ദൈവസ്നേഹത്തിൽ നിറയുന്ന ദൈവ പൈതൽ അവിടുത്തെ മാറോട് ചാരിക്കിടക്കുന്ന ഒരു അഭിഷേകത്തിലേക്ക് സ്വർഗം നിന്നെ എത്തിക്കും. ഓ പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, എനിക്ക് എൻ്റെ ദൈവസ്നേഹം തിരിച്ചു തരണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കുന്നു. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പുതിയൊരു ശക്തി ഉണരാ കൃപ നീ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത്. പരിശുദ്ധാത്മാവേ നിറയണമേ എന്ന് ദാഹത്തോടെ വിളിക്കുന്നത്. നീ ഏത് അവസ്ഥയിലായിരുന്നാലും, നീ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഹൃദയം തുറന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ സമയം നിന്റെ ഹൃദയത്തിലേക്ക്, നിന്റെ ജീവിതത്തിലേക്ക് പരിശുദ്ധാത്മാവ് ശക്തിയായി നിറഞ്ഞ് നിന്റെ ജീവിതത്തിൽ ശക്തി ചോർന്നു പോകുന്ന മേഖലകളിൽ നിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ കാലുകളിൽ ഉറപ്പിച്ചു നിർത്തും. പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ, 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 ആരാധന
ആരാധന ആരാധന. നിറഞ്ഞു കവിയണമേ. പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ ആരാധന ആരാധന. ഈശോടാത്മാവേ സ്നേഹത്തിന്റെ ആത്മാവേ നിറയണമേ 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 നിറയണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ ഈശോടാത്മാവേ ആരാധന ആരാധന ആരാധന. പരിശുദ്ധാത്മാവേ 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 പരിശുദ്ധാത്മാവേ